ശമ്പള വർധനവിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആശാ വർക്കർമാരുടെ സമരം ഇന്നേക്ക് 10 ദിവസമാവുകയാണ്. 10 ദിവസമായിട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ഇതിനൊരു ഫണ്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് പറയുന്നത് ഇതൊരു അനാവശ്യമായിട്ടുള്ള സമരമാണ് എന്നാണ്. മാത്രമല്ല അവർക്ക് കിട്ടുന്നത് തന്നെ കൂടുതലാണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഗവൺമെന്റ് PSC ചെയർമാനും അംഗങ്ങൾക്കുമുള്ള ശമ്പളം കൂട്ടുകയും ചെയ്തു. ഇതാണ് സമരക്കാരെ കൂടുതലായിട്ട് പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആൾക്കാരെ ആശാ വർക്കർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള സമരത്തിലേക്കാണ് അവർ പോയിട്ടുള്ളത്. ഒരു PSC ചെയർമാന് നിലവിൽ 76,450 രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. മറ്റ് അലവൻസുകളും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വെച്ചിട്ട് അത് 2,26,000 രൂപ ടോട്ടൽ ഈ പറയുന്ന PSC ചെയർമാന് ലഭിക്കും. ഇനി PSC അംഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ ഒരു PSC അംഗത്തിന് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 70,290 രൂപയാണ്. മറ്റ് അലവൻസുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ചേർത്ത് 2,19,000 രൂപയാണ് ഒരു PSC അംഗത്തിന് നിലവിൽ ലഭിക്കുന്നത്. എന്നാൽ പുതിയ ശമ്പള പരിഷ്കരണം അനുസരിച്ച് ഒരു PSC ചെയർമാന് 3,70,500 മുതൽ 4 ലക്ഷം വരെയാണ് ആകെ അവർക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത്. ഇനി PSC അംഗത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അവർക്ക് 3,50,000 മുതൽ 3,70,500 രൂപ വരെ പുതിയ ശമ്പള പരിഷ്കരണം പ്രകാരം ലഭിക്കുന്നതായിരിക്കും. PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കണക്ക് ഇതാണ്. ഇനി നേരെ നമ്മൾ ആശാ വർക്കർമാരിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഒരു മാസം അവർക്ക് ലഭിക്കുന്ന ശമ്പളം 7,000 രൂപയാണ്. ഈ 7,000 രൂപയാണ് ഗവൺമെൻറ് പറഞ്ഞത് അവർക്ക് ഇപ്പം കിട്ടുന്ന ശമ്പളം തന്നെ കൂടുതലാണെന്നുള്ളത്. ഈ ആശാ വർക്കർമാർ മാത്രമല്ല, മറ്റ് വേറെ നമ്മളെ സ്കൂളുകളിലൊക്കെ പാചകം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരും ഇത്തരത്തിൽ സമരം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് കേട്ടു. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, 3 മാസമായിട്ട് ഇവരുടെ ശമ്പളം പെൻഡിങ്ങിലാണ്, ശമ്പളം കുടിശ്ശികയാണ്, അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ അടുത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും കാരുണ്യമുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണിത്. അതായത് ഒരു മാസം 7,000 രൂപ വെച്ച് സുഖിച്ച് ജീവിക്കുന്ന ആശാ വർക്കർമാർക്ക് കിട്ടുന്നത് തന്നെ കൂടുതലാണെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. എന്നാൽ നമ്മുടെ PSC ചെയർമാനും അതേപോലെ തന്നെ PSC അംഗങ്ങളൊക്കെ ലക്ഷങ്ങൾ വാങ്ങുന്ന അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് അവർക്കൊക്കെ ശമ്പളം കൂട്ടിക്കൊടുത്ത് ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഇതുവരെ ഗവൺമെൻറ് ഒരു തീരുമാനവും എടുക്കാത്തത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദൈനംദിന ജീവിതത്തിന് വേണ്ടി സമരത്തിനിറങ്ങിയ ഒരു കൂട്ടം ആളുകൾ ദൈനംദിന ജീവിതം തള്ളി നീക്കാൻ വേറെ നിവൃത്തിയില്ലാതെ ശമ്പളം വരെ 3 മാസത്തെ കൊടുത്തിട്ടില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത സമരത്തിലൂടെ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് പറയുമ്പോൾ ഗവൺമെൻറ് അവരോട് തിരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടുന്ന മറുപടി നിങ്ങൾ ചെയ്യുന്നത് അനാവശ്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ ജഗതിച്ചേട്ടൻ പറയുന്ന പോലെ ഗവൺമെൻറ്റിന് അത് അനാവശ്യമായിരിക്കും ഒരു പക്ഷേ അവർക്ക് ആ സമരക്കാർക്ക് അത് ആവശ്യമാണ്. ജഗതിച്ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾക്കത് അനാവശ്യമായിരിക്കാം പക്ഷെ അവർക്കത് ആവശ്യമാണെന്നുള്ളത്. അതുപോലെയാണിത്.